ഒരു ജയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയണോ? എറണാകുളത്തെ എന്റെ കേരളം പ്രദർശന മേളയിലെത്തിയാൽ മതി. ജയിലിനെക്കുറിച്ചും ജയിൽ നിയമങ്ങളെക്കുറിച്ചും പഠിക്കാൻ നല്ലൊരു അവസരമാണ് ജയിൽ വകുപ്പ് ഒരുക്കിയിരിക്കുന്നത്. ജയിൽ കാണാനും ജയിലിനെ കുറിച്ച് പഠിക്കാനും ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട, നേരെ എറണാകുളം മറൈൻ ഡ്രൈവിലേക്ക് വന്നോളൂ. ഇവിടെ ഒരു മാതൃകാ ജയിൽ ഒരുക്കിയിട്ടുണ്ട്. എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമായി ജയിൽ വകുപ്പാണ് കൊച്ചിയിൽ ഒരു ജയിൽ ഒരുക്കിയിരിക്കുന്നത്. സാർ കയറിക്കോട്ടെ. സാറേ, എന്താണ് ജയിൽ, എന്താണ് ഇവിടുത്തെ ക്രമീകരണങ്ങളൊക്കെ? സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന എൻ്റെ കേരളം പരിപാടി നമുക്കറിയാം, കേരളത്തിലെ എല്ലാ ജില്ലകളിലും നടക്കുകയാണ്. എല്ലാ ജില്ലകളിലും തന്നെ ജയിൽ വകുപ്പ് പ്രത്യേകമായി ഒരു സ്റ്റാൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതെല്ലാം തീം സ്റ്റാൾ എന്നുള്ള നിലയിലാണ് ചെയ്തു വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് എറണാകുളം ജില്ലാ ജയിലിൻ്റെ ഒരു മാതൃകയാണ്. അത് ഫ്രണ്ടിൽ നിന്ന് നിങ്ങൾക്ക് കാണാം, കയറി വരുമ്പോൾ തന്നെ ആ ആർച്ചും കാര്യങ്ങളൊക്കെ ജില്ലാ ജയിലിൻ്റെ അതേ മോഡൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നതെന്ന് പറയുന്നത് ഒരാൾക്ക് കിടക്കാവുന്ന ഒരു സെല്ലിൻ്റെ ഒരു ഏകദേശം മാതൃകയാണ്. അപ്പോൾ ഒരാൾക്ക് കിടക്കാവുന്ന സെല്ലെന്ന് പറയുമ്പോൾ നമ്മൾ സ്ഥലപരിമിതി കൊണ്ട് അല്പം വ്യത്യാസമുണ്ട്. പക്ഷേ കേരളത്തിലെ ജയിലുകളിൽ എന്ന് പറയുന്നത് ഈ ഒരാൾക്ക് കിടക്കാവുന്ന സെല്ലിനോടൊപ്പം തന്നെ നമുക്ക് കൂടുതലും കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ 8 മുതൽ 30ഓളം പേർക്ക് വരെ കിടക്കാവുന്ന വലിയ സെല്ലുകളാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ് കൊടുക്കുന്നത്? ഒരു പായ, 2 പ്ലേറ്റ്, ഒരു മൊന്ത, ഒരു ഗ്ലാസ്, ആ പായയിൽ വിരിച്ചു കിടക്കാൻ കട്ടിയുള്ളൊരു വിളിപ്പ്, ജമുക്കാളം എന്ന് പറയും. ലെഫ്റ്റ് സൈഡിലായിട്ട് ലൈബ്രറി സൗകര്യം കൊടുക്കുന്നുണ്ട്. എറണാകുളം ജില്ലയിലെ സംബന്ധിച്ച് ഏകദേശം ഒരു 20-25,000 ബുക്സിന് മേലുള്ള വളരെ വിപുലമായൊരു ലൈബ്രറി സൗകര്യമുണ്ട്. അതുകൂടാതെ തടവുകാർക്ക് ഫോൺ ചെയ്യാവുന്ന ഫോൺ കാർഡ് ഉപയോഗിച്ച് ചിപ്പ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, സോഫ്റ്റ്വെയർ ഓറിയൻറ്റഡ് ആയിട്ട് അവർക്ക് ചെയ്യാവുന്ന ഫോൺ കാർഡിൻ്റെ ഒരു രൂപവും അതുപോലെ ഫോണിൻ്റെ ഒരു മാതൃകയും നമ്മളിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സാർ, ഇത് ഒരു തൂക്കുമരമാണ്. ഇത് എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ, എന്തൊക്കെയാണ് ഇതിൽ ക്രമീകരണങ്ങളുള്ളത്? നമ്മളിപ്പോൾ പബ്ലിക്കിനൊരു ധാരണ കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഈ ഒരു തൂക്കുമരത്തിൻ്റെ ഒരു മോഡൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള തൂക്കിക്കൊല്ലുന്ന ഒരാളുടെ കയറിൻ്റെ നീളവും ആളുടെ ഭാരവും തമ്മിൽ ചെറിയ അനുപാതമുണ്ട്. അതായത് ഒരാളെ തൂക്കിക്കൊല്ലണമെന്ന് ആ തൂക്കിക്കൊല്ലുന്ന ആളുടെ ഭാരം എന്ന് പറയുന്ന ഒരു 70 കിലോഗ്രാമിന് മേളിലാണെങ്കിൽ ആ കയറിൻ്റെ നീളം 1.52 മീറ്റർ ആയിരിക്കും. മറിച്ച് അത് 40 കിലോ 50 കിലോയുടെ ഒക്കെ താഴെയാണെങ്കിൽ അത് 1.98 ആയിരിക്കും. അങ്ങനെ ചുമ്മാ തൂക്കിക്കൊല്ലാൻ പറ്റത്തില്ല. ഇതിങ്ങനെ വലിക്കുമ്പോൾ ആൾ താഴത്തേക്കാണ് പോകുന്നത്, കയറല്ല പോകുന്നത്. അതുപോലെ 1 മണിക്കൂർ നേരം അയാളെ തൂക്കിയിടണം. 1 മണിക്കൂർ കഴിഞ്ഞ് ഡോക്ടർ വന്ന് പരിശോധിച്ചതിന് ശേഷം ആൾക്ക് ജീവൻ പോയി എന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ നമുക്ക് അയാളെ താഴെ ഇറക്കാൻ പറ്റുള്ളൂ. കൊള്ളാം, നന്നായിട്ടുണ്ട്. ആദ്യമായിട്ട് സിനിമയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ, നേരിട്ട് കണ്ടപ്പോൾ ഒരു സൂപ്പറായിരുന്നു. ഒരു ജയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഈ ജയിൽ കാണുവാനും ഈ ജയിലിനെ കുറിച്ച് പഠിക്കുവാനും നിങ്ങൾക്കും അവസരമുണ്ട്. എറണാകുളത്തെ മറൈൻ ഡ്രൈവിലേക്ക് വന്നാൽ മതി. ക്യാമറ പേഴ്സൺ സന്തോഷ് ചേകവർക്കൊപ്പം റാഫി കരീം, 24 കൊച്ചി.